എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് +2 കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററാണ്. സൊല്യൂഷൻസ് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ 2 or more കമ്പോണൻസ് അടങ്ങിയിട്ടുള്ള, അതിൻ്റെ എന്താ പറയുക, 2 or more കമ്പോണൻസ് അടങ്ങിയിട്ടുള്ള ഹോമോജീനിയസ് മിക്സ്ചറുകൾക്ക് പറയുന്ന പേരാണ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ 2 കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇറ്റ്സ് എ ബൈനറി സൊല്യൂഷൻ. അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെ പറയാം. ഇൻ എ സൊല്യൂഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ ഈസ് ദി ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ഓഫ് 2 or more components is called a solution. Okay, if the solution contains 2 components is called it's a binary solution. ഒരു ബൈനറി സൊല്യൂഷൻ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ 2 കമ്പോണൻസ് ഉണ്ട് എന്നല്ല പറയുന്നത് സൊല്യൂഷൻസിന്. ഒരു ബൈനറി സൊല്യൂഷൻ ഒരു ബൈനറി സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ, അപ്പോൾ അതിൽ ബൈനറി സൊല്യൂഷൻ 2 കമ്പോണൻസ് ഉണ്ട്. അത് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. അപ്പം എക്സസ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ മോർ എമൗണ്ട് കിടക്കുന്ന ആ കമ്പോണൻറ്റിന് പറയുന്ന പേരെന്താണ്? സോൾവെൻറ്റ് അല്ലേ. അപ്പം കുറവുള്ള കമ്പോണൻസിന് പറയുന്ന പേര് സൊല്യൂട്ട്. A binary solution in which the excess amount is called solvent and a binary solution in which it contains least amount of substances is called solute. Okay, ഇനി നമുക്ക് ആദ്യമായിട്ട് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കോൺസെൻട്രേഷൻ ടേംസുകളാണ്. എന്താ കോൺസെൻട്രേഷൻ ടേംസ്? എന്തൊക്കെ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ മാസ് പെർസെൻറ്റ്, സെക്കൻഡ് വോളിയം പെർസെൻറ്റ്, ദെൻ തേർഡ് മോൾ ഫ്രാക്ഷൻ, ഫോർത്ത് വൺ മൊലാരിറ്റി, fifth one molarity, sixth one normality, and seventh one, last one, parts per million. അപ്പോൾ ഇത്രയും കോൺസെൻട്രേഷൻ ടേംസ് ആണ് നമുക്കൊരു സൊല്യൂഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലെ ഓരോന്ന് വെച്ചിട്ട് പഠിക്കാം. കോൺസെൻട്രേഷൻ ടേംസിൽ ഫസ്റ്റ് മാസ് പെർസെൻ്റ് ആണ്. മാസ് പെർസെൻറ്റേജ് എന്നാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. കോൺസെൻട്രേഷൻ ടേമിൽ ഫസ്റ്റ് വൺ മാസ് പെർസെൻറ്റ്. ഒരു ബൈനറി സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ സോൾവെൻറ്റും സൊല്യൂട്ടും ഉണ്ടെന്നാണ് പറയണത്. മാസ് ഓഫ് സോൾവെൻറ്റിന് എ എന്ന് പറയാം, മാസ് ഓഫ് സൊല്യൂട്ടിന് ബി എന്ന് പറഞ്ഞാൽ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്, അല്ലെങ്കിൽ നമുക്ക് സോൾവെൻറ്റിൻ്റെ കേസിൽ പറയാം, മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ് ഈക്വൽ ടു മാസ് ഓഫ് സോൾവെൻറ്റ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 എന്നാണ്. അതായത് മാസ് ഓഫ് സോൾവെൻ്റ് എത്ര? എ. മാസ് ഓഫ് സൊല്യൂഷൻ എത്ര? സൊല്യൂഷൻ്റെ സോൾവെൻറ്റിൻ്റെ സൊല്യൂട്ടിൻ്റെ ആഡ് ചെയ്തത്, മീൻസ് എ പ്ലസ് ബി ഇൻറ്റു 100. ഈ കിട്ടുന്ന ആൻസറിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മാസ് പെർസെൻറ്റേജ് കിട്ടും. അടുത്ത നമുക്ക് വോളിയം പെർസെൻറ്റേജ് നോക്കാം. വോളിയം പെർസെൻറ്റ് ഇതുപോലെ തന്നെ. വോളിയം പെർസെൻറ്റ് വോളിയം ഓഫ് സോൾവെൻറ്റ് എന്നത് എ ആയിട്ടെടുത്തു, വോളിയം ഓഫ് സൊല്യൂട്ട് എന്നത് ബി ആയിട്ടെടുത്തു. ദെൻ വോളിയം പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ് എന്നത് വോളിയം ഓഫ് solvent
by total volume of solution, total volume of solution into 100 എന്നാണ്. മീൻസ് വോളിയം ഓഫ് സോൾവെൻറ്റ് എ ആണ്, വോളിയം ഓഫ് സൊല്യൂഷൻ എ പ്ലസ് ബി ആണ്. ആ കിട്ടുന്ന വാല്യൂവിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ വോളിയം പെർസെൻറ്റ് ഓഫ് സോൾവെൻറ്റ് കിട്ടും. ഇനി നമുക്ക് വോളിയം പെർസെൻറ്റ് ഓഫ് സോൾവെൻറ്റ്, ഇനി അടുത്ത വോളിയം പെർസെൻറ്റ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ സൊല്യൂട്ടിൻ്റെ വോളിയത്തിനെ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ സൊല്യൂട്ടിൻ്റെ വോളിയം പെർസെൻറ്റേജ് കിട്ടും. അടുത്ത തേർഡ് വൺ നമുക്ക് പഠിക്കാനുള്ളത് മോൾ ഫ്രാക്ഷൻ എന്ന ഒരു ടേമാണ്. ഇതാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്നത് നമ്മൾ കൈ എന്ന നൊട്ടേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം ഈസി ആയിട്ട് എന്നതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് സോൾവെൻറ്റും സൊല്യൂട്ടും ആണല്ലോ, നമ്മളൊരു ബൈനറി സൊല്യൂഷൻ അല്ല കൺസിഡർ ചെയ്തത്. അപ്പോൾ സോൾവെൻറ്റിന് എ എന്ന് കൊടുക്കാം, സൊല്യൂട്ടിന് ബി എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് എ, സോൾവെൻറ്റ് ഈക്വൽ ടു എൻ ഓഫ് എ, എൻ എ എന്ന് കൊടുക്കാം. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നത് എൻ ഓഫ് ബി അല്ലെങ്കിൽ എൻ ബി എന്ന് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ കൈ ഓഫ് സോൾവെൻറ്റ്, മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൈ എ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് കണ്ടുപിടിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഇക്വേഷൻ അങ്ങനെ എഴുതുന്നില്ല, നമ്മൾ അതിന് പകരം അപ്ലൈ ചെയ്തിട്ട് അങ്ങ് എഴുതുകയാണ്. ഇവിടെ എന്താ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ എന്നതാണ്. അപ്പം എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സോൾവെൻറ്റ് ഇൻ ദിസ് ബൈനറി സൊല്യൂഷൻ. അടുത്ത മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കമ്പോണൻ്റ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ എൻ എ പ്ലസ് എൻ ബി. ഇനി ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഉണ്ട്. കൈ എയും കൈ ബിയും കൂട്ടിയാൽ 1 കിട്ടും. കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ഒരു സൊല്യൂഷനിലെ കൈ എ എന്ന് പറയുന്നത് 0.7 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വെക്കുക. എങ്കിൽ അതിൻ്റെ കൈ ബി എത്രയായിരിക്കും? കൈ ബി എന്ന് പറയുന്നത് 1 മൈനസ് കൈ എ, ദാറ്റ് ഈസ് 1 മൈനസ് 0.7, ദാറ്റ് ഈസ് 0.3. അപ്പോൾ ഇങ്ങനെ ഈസിയായി മോൾ ഫ്രാക്ഷൻ എന്ന കൺസെപ്റ്റും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ഫോർത്ത് കോൺസെൻട്രേഷൻ ടേംസിലേക്ക് പോകാം. ഫോർത്ത് വൺ ഏതാ? മൊളാരിറ്റി. ഫോർത്ത് വൺ മൊളാരിറ്റി. മൊളാരിറ്റി എന്നത് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള സെക്ഷനാണ്. ക്യാപിറ്റൽ എം എന്നത് കൊണ്ടിട്ടാണ് മൊളാരിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, number of moles of solute per volume of solution in liter, solution in liter എന്നതാണ് മൊളാരിറ്റീൻ്റെ ഇക്വേഷൻ. മൊളാരിറ്റി ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ മൊളാരിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കണമല്ലോ. നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. എ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് 20 gram of NaOH, 20 gram of NaOH in 500 ml solution to find molarity. ക്വസ്റ്റ്യൻ കണ്ടോ?
A solution that contains 20 gram of NaOH in 500 ml of solution to find molarity. നമുക്കറിയാം molarity എന്നത് number of moles of solute by volume of solution in liter എന്നതാണ്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH എന്ന് പറയുന്നത് ഗിവൺ വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്. ഗിവൺ വെയിറ്റ് എന്ന് പറയുന്നത് 20 gram ആണ്. മോളിക്കുലാർ വെയിറ്റ് NaOHൻ്റെ എത്ര? Na 23 ആണ്, O 16 ആണ്, H 1 ആണ്. 23ഉം 17ഉം 40 gram ആണ് NaOHൻ്റെ മോളിക്കുലാർ വെയിറ്റ്. ഈക്വൽ ടു എത്ര? 1/2 gram. സോറി 20 gram by 40 gram. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 20/40 ഈസ് ഈക്വൽ ടു 1/2 അല്ലെങ്കിൽ 0.5 മോൾസ് എന്ന് പറയാം. ഓക്കെ, അപ്പം N കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി വോളിയം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 500 ml എന്നത്. അപ്പം മൊളാരിറ്റി M ഇസ് ഈക്വൽ ടു 1/2 ബൈ ഇനി 500 ml ലിറ്ററിൽ പറയുകയാണെങ്കിൽ 1000 ml ആണ് ഒരു ലിറ്റർ. അപ്പം 500 ml എന്ന് പറയുന്നത് 0.5 ലിറ്റർ ആണ്. 0.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് തന്നെ എഴുതാം അല്ലേ? അപ്പം 1/2 ബൈ 1/2 അങ്ങനെ ചെയ്താൽ പോരെ? അപ്പോൾ അതെങ്ങനെ എഴുതും? 1/2 ബൈ 1/2. അപ്പോൾ ഈ 2 മുകളിലേക്ക് പോകും. അപ്പോൾ ഈ 2 × 2 ക്യാൻസൽ ചെയ്തു. എത്ര മോളാറാണ്? 1 മോളാർ സൊല്യൂഷൻ. മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 മോളാർ. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത കോൺസെൻട്രേഷൻ ടേം പഠിക്കാം. അടുത്ത കോൺസെൻട്രേഷൻ ടേം നമ്മൾ പഠിക്കുന്നത് മൊളാലിറ്റി എന്ന കാര്യമാണ്. 5th വൺ. മൊളാലിറ്റി. മൊളാലിറ്റി സ്മോൾ എമൗണ്ട് ഇട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മൊളാലിറ്റി സ്മോൾ എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് by mass of solvent in kilogram. മാസ് ഓഫ് സോൾവെൻറ്റ് കിലോഗ്രാമിൽ പറയണം. അപ്പോൾ അതിനും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് മൊളാലിറ്റി സ്മോൾ എം when 20 gram NaOH is dissolved in എവിടെ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്? 500 ml of water. 500 ml of water to find molality. നമുക്കറിയാവുന്ന ഇക്വേഷൻ മൊളാലിറ്റീൻ്റെ സ്മോൾ എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് NaOH ആണ്. ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം എന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് 20 gram NaOH എന്ന് പറയാം. 20 gram NaOHൻ്റെ നമ്പർ ഓഫ് മോൾസ് മുൻപ് ചെയ്തതാണ്. ഗിവൺ വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ് ദാറ്റ് ഈസ് 20 gram. 20 gram ബൈ 40 gram ദാറ്റ് ഈസ് 0.5 നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു 0.5 മോൾസ്. അപ്പം N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 0.5 മോൾസ് ആണ്, അല്ലെങ്കിൽ 1/2 മോൾസ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം ഇതിങ്ങനെയാണ്. അടുത്ത മാസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാസ് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിരിക്കുന്നത് 500 ml ഓഫ് വാട്ടർ എന്നാണ്. അപ്പോൾ 500 ml നമുക്ക് മാസായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതിൽ നിന്ന് ആദ്യം യൂസ് ചെയ്യേണ്ടത് ഡെൻസിറ്റീൻ്റെ ഇക്വേഷനാണ്. ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു എല്ലാവർക്കും അറിയാവുന്ന ദാറ്റ് ഇക്വേഷൻ മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. ഇനി ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1.08 gram per centimeter cube എന്നതാണ്. നമുക്ക് 1 ആയിട്ട് എടുക്കാം. അപ്പോൾ ഡെൻസിറ്റിക്ക് 1 എന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് മാസിനൊരു ഇക്വേഷൻ കിട്ടില്ലയോ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി.
വോളിയം എത്രയാണ്? 500 ml. 500 ml നമുക്ക് എങ്ങനെ എടുക്കാം? 500 ml തന്നെ കൊടുക്കാം, കാരണം ഇത് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിൽ കൊടുത്തുകൊണ്ട്. അപ്പോൾ 500 ml ഇൻറ്റു ഡെൻസിറ്റി എത്ര? 1.08 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്, ഏകദേശം 1 എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. ദാറ്റ് മീൻസ് മാസ് എന്ന് പറയുന്നത് 500 ഗ്രാം കിട്ടും. ഇനി ഇത് കിലോഗ്രാമിൽ പറഞ്ഞാൽ പോരെ? ഓക്കെ, 500 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാമാ? 0.5 കിലോഗ്രാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മൊളാലിറ്റി M is equal to നമ്പർ ഓഫ് മോൾസ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1/2 മോൾസ്. 1/2 മോൾസ്. മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം എന്ന് പറയുന്നത് 50 ഗ്രാം, 500 ഗ്രാം ആണ്. ദറ്റ് മീൻസ് 0.5 കിലോഗ്രാം ആണ്. അല്ലെങ്കിൽ അതിനെ എന്ത് പറയാം? 1/2 കിലോഗ്രാം എന്ന് പറയാം. അപ്പോൾ 1/2 ബൈ 1/2 സിക്കൽ ടു 1 മോളാൽ. മോളാൽ എന്ന് പറയും, അല്ലെങ്കിൽ സ്മോൾ എം എന്ന് പറയും. സ്മോൾ എം, 1 സ്മോൾ എം. അപ്പം ഇങ്ങനെയാണ് മൊളാലിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോർമാലിറ്റി കണ്ടുപിടിക്കണം. നോർമാലിറ്റി അടുത്ത 6th വണ്ണല്ലേ? നോർമാലിറ്റി എന്നതാണ്. നോർമാലിറ്റി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് പെർ ലിറ്റർ എന്നാണ്. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് പെർ ലിറ്റർ എന്നതാണ് നോർമാലിറ്റീൻ്റെ ഡെഫിനിഷൻ. അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. കാൽക്കുലേറ്റ് ദി നോർമാലിറ്റി ഓഫ് calculate the normality of 20 ഗ്രാം. എല്ലാം നമ്മൾ 20 ഗ്രാം NaOH ആണ് എടുത്തേക്കുന്നത്. 20 ഗ്രാം NaOH ഇൻ 100 ml സൊല്യൂഷൻ. 100 ml സൊല്യൂഷൻ. അപ്പോൾ നമുക്കറിയാം നോർമാലിറ്റീൻ്റെ ഇക്വേഷൻ അതിനെ ക്യാപിറ്റൽ M എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ, മൊളാരിറ്റി എന്ന് പറയുന്നത് മോളാർ എന്ന് വായിക്കും, മൊളാലിറ്റി എന്ന് പറയുന്നത് മോളാൽ എന്ന് വായിക്കും. ഇനി നോർമാലിറ്റീൻ്റെ അവസാനത്തെ വാല്യൂ കിട്ടുമ്പോഴേ അതിനെ നോർമൽ സൊല്യൂഷൻ എന്ന് നമുക്കും പറയാം. അപ്പം നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ്. ഗ്രാം ഇക്വലൻ്റ് എന്ന് വെച്ചാൽ ഇക്വലൻ്റ് മാസമാണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇക്വലൻ്റ് മാസം കണ്ടുപിടിക്കാനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വാലൻ്റ് മാസ് ഇസ് ഈക്വൽ ടു ഫോർ ആസിഡ്. ആസിഡിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. മാസിനെ നമ്പർ ഓഫ് H പ്ലസ്, മോളാർ മാസ് എന്നല്ല നമുക്ക് തരുന്ന മാസ്. അപ്പോൾ അതിനെ നമ്പർ ഓഫ് H പ്ലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അടുത്ത ബേസിൻ്റെ കേസിലാണെങ്കിൽ ബേസിൻ്റെ മാസിനെ നമ്പർ ഓഫ് OH മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വലൻ്റ് വെയിറ്റ് കണ്ടുപിടിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാസ് ബൈ നമ്പർ ഓഫ് H പ്ലസ് അല്ലെങ്കിൽ മാസ് ബൈ നമ്പർ ഓഫ് OH മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വലൻ്റ് മാസ് ഓഫ് NaOH എന്ന് പറയുന്നത് എത്ര കിട്ടുന്നത്? 40 ഗ്രാം ഉണ്ട്. സോറി, നമുക്ക് തന്നിരിക്കുന്ന ഗ്രാം 20 ഗ്രാം ആണ്. അപ്പോൾ 20 ഗ്രാമിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് OH മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 20 ആണ് നമുക്ക് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് പെർ ലിറ്റർ. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് എന്നത് NaOHൻ്റെ 20 ഗ്രാം NaOHൻ്റെ മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് വോളിയമാണ്. വോളിയം എന്ന് പറയുന്നത് 100 മില്ലി ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. 0.1 ലിറ്റർ ആണ്. അപ്പോൾ നമുക്ക് 20 നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് 20 ആണ്. വോളിയം എന്ന് പറയുന്നത് 0.1 ആണ്, അല്ലെങ്കിൽ 1/10 ആണ് അല്ലേ? 0.1ന് 1/10 എന്നൊക്കെ പറയാം. ദാറ്റ് മീൻസ് 20 ഇൻറ്റു 10 അല്ലേ? ഈ ടണ്ണ് മുകളിൽ പോകും. ദാറ്റ് മീൻസ് ഇത് എത്ര നോർമൽ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ ഏകദേശം 200 നോർമൽ സൊല്യൂഷനാണ്. 200 അതിൻ്റെ നോർമാലിറ്റി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നോർമാലിറ്റി എന്ന ടേമും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് 7th 1 പഠിക്കേണ്ടത് പാർട്സ് പെർ
പാർട്സ് പെർ മില്യൺ എന്ന കാര്യമാണ് ppm, പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ. അപ്പോൾ ppm എന്താണെന്ന് ചോദിച്ചാൽ, പാർട്സ് പെർ മില്യൺ എന്താണെന്ന് ചോദിച്ചാൽ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ, മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶ എന്നാണ്. ഓക്കെ, അപ്പോൾ പാർട്സ് പെർ മില്യൺ എന്താണെന്ന് ചോദിച്ചാൽ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. അപ്പം അതിൻ്റെ റേഷ്യോനെ 10⁻⁶ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം പാർട്സ് പെർ മില്യൺ കിട്ടും. അതിൽ നിന്ന് ഒരു കാര്യം കൂടെ പറയാം. എന്താണ് പാർട്സ് പെർ ബില്യൺ എന്ന് ചോദിക്കാം, ppb അങ്ങനെയും ചോദിക്കാറുണ്ട്. അതായത് സ്മോൾ എമൗണ്ട് സബ്സ്റ്റൻസിൻ്റെ അളവ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പാർട്സ് പെർ മില്യണും പാർട്സ് പെർ ബില്യണും. 1,000,000 പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്താൽ അതിലെത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ശരിക്കും പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. ഇനി പാർട്സ് പെർ ബില്യൺ എന്ന് പറഞ്ഞാലും സെയിം ഇക്വേഷനാണ്. അവിടെ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ, മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻, ഇവിടെ 10⁻⁶ ആയിരുന്നു മില്യൺ ആയപ്പം. ഇനി പാർട്സ് പെർ ബില്യൺ ആകുമ്പം നമുക്കറിയാം 1000 മില്യൺ ചേരുന്നതാണ് ഒരു ബില്യൺ. അതായത് ഇതിൻ്റെ കൂടെ ഒരു 10⁻³ കൂടി ഇൻറ്റു ചെയ്യണം. ദാറ്റ് മീൻസ് 10⁻⁶ + 3 = 10⁻⁹. നമുക്ക് പാർട്സ് പെർ ബില്യൺ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കോൺസെൻട്രേഷൻ ടേമുകളാണ് ഒരു സൊല്യൂഷനിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കാണ്. ഇവിടെ നിന്നുള്ള പ്രോബ്ലംസ് നമ്മൾ മാക്സിമം നന്നായിട്ട് ചെയ്ത് പഠിക്കുക.